അങ്ങനെ ഒരു കൊല്ലം പോയപ്പോക്കി ഇതേ വന്നു നമ്മുടെ പീച്ചിപ്പള്ളി പെരുന്നാൾ. എല്ലാ വർഷം അമ്പെടുക്കുന്നത് ഞാനാണെങ്കിലും ഇപ്രാവശ്യം അമ്പെടുക്കുന്നത് ചേട്ടനാണ് കേട്ടോ. അങ്ങനെ അമ്പെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് ചേട്ടന്മാർ നല്ലൊരു പാട്ടൊക്കെ വെച്ചിട്ട് ചേട്ടന്മാർ പോയി. എല്ലാ വർഷവും പെരുന്നാൾ കുർബാനയ്ക്ക് ഞങ്ങൾ ഇറങ്ങുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. ഇപ്രാവശ്യം അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയതെങ്കിലും കുർബാനയ്ക്ക് നല്ല ഭംഗിയിൽ തന്നെ നടക്കണ്ടായിരുന്നു. പകുതിയിലാണെങ്കിലും ഞങ്ങൾക്ക് കുർബാനയ്ക്ക് കയറാൻ പറ്റി. അങ്ങനെ പള്ളിയുടെ അകത്ത് കയറി കുർബാനയൊക്കെ കണ്ട് പുണ്യാളുടെ അവിടെ നേർച്ചയ്ക്ക് ഇട്ടിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടാണ്. പള്ളിയുടെ പുറത്തിറങ്ങിയപ്പോഴേ നമ്മുടെ ചെക്ക നിന്ന് ഡാൻസ് കളിക്കുക. അപ്പോൾ ആ സപ്പോർട്ട് ചെയ്യാണ്ട് നമുക്ക് പോരാൻ പറ്റുമോ? സപ്പോർട്ട് ചെയ്യാൻ വേറെ കൂട്ടുകാരുണ്ടായിരുന്നു കേട്ടോ. വേറെ ഭാഗത്ത് നോക്കിയപ്പോഴേ പിള്ളേരൊന്ന് ഐസ്ക്രീം കഴിക്കുക. നമുക്ക് പനിയതുകൊണ്ട് നമുക്ക് വേണ്ടാന്ന് പറഞ്ഞു. പള്ളിയിൽ പിന്നെ കാർണിവലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പള്ളിയിൽ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ അമ്മ വീട്ടിൽ നിന്ന് പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരും കാർണിവലിലേക്ക് കയറി അവരും എൻജോയ് ചെയ്തിട്ടാണ് പോയത്. അങ്ങനെ ഒരു ഉച്ചയ്ക്കായപ്പോൾ കൂട്ടുകാരെ ഞങ്ങൾ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് അടിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ കൂട്ടുകാരൊക്കെ വന്ന് നല്ല രീതിയിൽ ഫുഡൊക്കെ അടിച്ച് നല്ല എൻജോയ് ചെയ്തിട്ടാണ് അവരൊക്കെ പോയത്. അപ്പം ഇനി കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ പറയാണ്ട് ബാക്കിയുള്ള വീഡിയോ ഇനി പാർട്ട് 2 കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.